ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഓസ്ട്രേലിയയിലെ ഒരു ഫിഷ് മാർക്കറ്റിൽ മീനും അതുപോലെ മുതലയിറച്ചി കിട്ടുമെന്നും പറഞ്ഞ് മുതലയിറച്ചിയും കൂടെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കാൻ സാധനം ഉണ്ടോ, ഇഷ്ടപ്പെടുമോ, ഏതൊക്കെ മീനുകളാ, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവരും ഒന്ന് വേമ്പ. അതെല്ലാം നല്ല ക്ലീൻ ആക്കിയതാടി ആ മീനുകൾ. ഇതെല്ലാം വെട്ടി ക്ലീൻ ആക്കിയതാ. ഉണ്ടോ, നല്ല ക്ലീൻ ആക്കിയ മത്തിയ ലൈവ് ക്രാബുകളാണ്. കണ്ടോ? കണ്ടോ, അലാസ്ക കിങ് ക്രാബിൻ്റെ കൈകളാണ്. ഏകദേശം 1 മീറ്റർ നീളമുണ്ട് ഒരു കൈ. കണ്ടോ, ഇതൊക്കെ ഫ്രോസൺ ഫുഡിൻ്റെ സെക്ഷനാണ്. ഫ്രോസൺ ലോബ്സ്റ്റേഴ്സ്. കണ്ടോ, മഡ് ക്രാബ് ഇരിക്കുന്നത് കണ്ടോ, മഡ് ക്രാബ്. ക്രോക്കഡൈലിന്റെ ടെയിൽ ഫില്ലറ്റ്. ഇത് കണ്ടോ, ഇതാണ് ക്രൊക്കഡൈലിൻ്റെ ടെയിൽ, മുതലയുടെ വാല്. ഓസ്ട്രേലിയ വന്നിട്ട് മുതലയെ കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇതാണ് ക്രൊക്കഡൈൽ ടെയിൽ ഫില്ലറ്റ്. ഓൾ മുള്ളറ്റ്. ഇതുണ്ടോ, അതെല്ലാം ക്ലീൻ ആക്കിയതാണ് ഫിഷുകൾ. ഇത് ഞാൻ അവിടെ കണ്ടു. ഇതുണ്ടോ, ഹോൾ ബർമുണ്ടി ഫിഷ്. അതെല്ലാം ക്ലീനാണ്. ഇത് മുഴുവൻ ഫില്ലറ്റുകളാണ്. ഫില്ലറ്റുകൾ, സാൽമൺ ഫില്ലറ്റ്. ഇത് ട്യൂണ സ്റ്റീക്കാണ്. $7, $7.9 അല്ലെങ്കിൽ $8. അതും ബർമണ്ടി സ്പ്രിംഗ് റോൾസ്. ഇത് അതിനു വേണ്ടിയുള്ള സാലഡ്. ഇത് സീവീഡ് സലാഡാണ്. സീവീഡ് സാലഡ് ഓർ സീവീഡ് സലാഡ്. ഈ ഇരിക്കുന്നതാണ് ഫിഷിൻ്റെ മുട്ട, ടൊബിക്കോ ഫ്രോസൺ മീൻ മുട്ടകൾ. ഇത് ഫിഷ് ബൈറ്റ്സ്, ഫിംഗർ ചിപ്സ്, ഇത് സ്ക്വിഡ്. ഇത് സോസിൻ്റെ സെക്ഷനാണ്. ഫിഷിൻ്റെ സോസുകൾ, അതുപോലെ സീഷെൽസ്, ഈ കക്ക ഒക്കെ, അത് എന്താ പറയുക, ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രോസണായിട്ട് വെച്ചിരിക്കുന്നത്, അല്ലാതെ സോസുകളിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. മെയിനായിട്ടും ചൈനീസും ജപ്പാനീസും ഫിലിപ്പൈനീസൊക്കെ ആൾക്കാരുടെ ഫുഡുകൾ. അതുപോലെ തന്നെ ഇതൊരു ഫിഷിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഇത് ഫിഷ് എന്താ പറയുക, അച്ചാറുകൾ, നമ്മുടെ ടൈപ്പുകളല്ല. ഇത് ഫിഷ് തന്നെ കുക്ക് ചെയ്തിരിക്കുന്ന ഫുഡുകളായിട്ട്, സാൻഡ്വിച്ചായിട്ടും ബർഗറുകളായിട്ടും ഫില്ലിങ്ങുകളായിട്ടും, അതുപോലെ പല രൂപത്തിൽ അവർ ഫിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംഗ്ലീഷുകാരുടെ ഫുഡുകൾ, ഏഷ്യൻ ഫുഡുകൾ, അതുപോലെ എന്താ പറയുക, നമുക്ക് റെഡിമെയ്ഡായിട്ട് കുക്ക്ഡായിട്ടുള്ള ഫുഡുകൾ, സാലഡുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നാൽ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കണേ അവിടുന്ന് കഴിക്കാം. ഫ്രോസണായിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുണ്ട്. ഇതെല്ലാം മയണൈസ് കാര്യങ്ങൾ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുകൾ. ഇത് ഇന്ത്യൻ കറി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാരെയും എന്താ പറയുക, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ കറികളായിട്ടുള്ളത്. ഇത് ഫിഷ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ വേറെ പലതരത്തിലുള്ള പൈസ് കാര്യങ്ങൾ. ഇത് ലോബ്സ്റ്ററുകളാണ്. പല വലിപ്പത്തിലും എന്താ പറയുക, പല രൂപത്തിലുമുള്ള ലോബ്സ്റ്ററുകളെ കട്ട് ചെയ്ത് അവർ റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഞണ്ടുകൾ, അതുപോലെ ഷ്രിമ്പ്, ചെമ്മീൻ, പ്രോൺസ് കാര്യങ്ങൾ, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫിഷ് കാര്യങ്ങൾ, ഫുഡുകൾ എല്ലാം കൂടുതലും ഫില്ലറ്റാണ് ഇംഗ്ലീഷുകാരുടെ ഫുഡ് ടൈപ്പ്. കമ്മിയായി. ക്രാബിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രാബ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്
അതെല്ലാം ക്രാബാ. ആ ഇരിക്കുന്നതൊക്കെ ക്രാബിൻ്റെ കൈകളും കാലുകളൊക്കെ, അതൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് ഹോൾ ക്രാബാണ്. ഇത് കണ്ടോ, സീ കുക്കുംബർ. ഈ സീ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം കണ്ടോ, സീ കുക്കുംബർ, ഷെൽസ്. കൈ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള ബാക്കി ഉള്ളി സവോള അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഇത് അവസാനം നാരങ്ങ പിഴിഞ്ഞ് മീൻ കഴിക്കേണ്ടവർക്ക് നാരങ്ങയും പിഴിഞ്ഞ് കഴിക്കാം. എന്തായാലും ഈ സംഭവം ഉള്ളത് ഇവിടെ കെയ്ൻസിലെ സ്മിത്ത് ഫീൽഡിലാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മീനും സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ.